വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ട് രോക്ഷാകുലരായിരിക്കുകയാണ് CPMകാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഇപ്പോൾ CPIMന് ലഭിച്ചിരിക്കുന്ന 3 ലോക്സഭാ സീറ്റിൽ 2 തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെയും സ്റ്റാലിൻ്റെയും ദാനമാണ് എന്നുള്ള യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെയാണ് CPIMൻ്റെ പെരുമാറ്റം. നന്ദിയില്ലാത്തവന്മാരാണ് ഇവന്മാർ എന്ന് കോൺഗ്രസ്സുകാർ ചുമ്മാ പറയുന്നത് കൊണ്ടല്ല, കൃത്യമായ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഈ പ്രസ്താവന പറയുന്നത്. കൃത്യമായും ആനി രാജ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രിയങ്ക ഗാന്ധി എതിർക്കാൻ താനില്ല എന്ന് മാത്രമല്ല, CPI എന്ന പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അതിന് കൃത്യമായിട്ടുള്ള ഒരു പൊരുത്തം കോൺഗ്രസുമായി ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് ഇപ്പോൾ CPIയും നിലകൊള്ളുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മൂല്യച്യുതി സംഭവിച്ചിട്ടില്ല എന്നാണ് താൻ ഇപ്പോഴും മനസ്സിലാക്കുന്നതെന്നാണ് CPIയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആനി രാജ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ആനി രാജ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോട് പരാജിതയായി. 3,65,000 വോട്ടുകൾക്കാണ് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചു കയറിയത്. എന്നാൽ ആനി രാജ പറഞ്ഞൊരു കാര്യമുണ്ട്. ഐഡിയോളജിക്കലി രാഹുൽ ഗാന്ധി എതിർക്കേണ്ട കാര്യം CPIക്കില്ല. എന്നാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷവും UDFും തമ്മിലുള്ള മത്സരമായതുകൊണ്ട് മാത്രമാണ് വയനാട്ടിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ ഇടതുപക്ഷം പോകേണ്ട കാര്യമേ ഇല്ല. കാരണം രാഹുൽ ഗാന്ധിയാണ് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാവായി ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളാരും മറക്കരുത് എന്നുകൂടി അവർ പറഞ്ഞു. ഇപ്പോഴിതാ വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി എതിർത്ത് നുണപ്രചരണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയമാണ്. സംഘപരിവാറിന് വേണ്ടി വീണ്ടും K. സുരേന്ദ്രൻ മത്സരിച്ച് നാണം കെട്ട് തോക്കാൻ യാതൊരു ഉളുപ്പുമില്ലാതെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്നും കൃത്യമായി CPI വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ഇത്തവണ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എങ്ങനെ പോയാലും 5 ലക്ഷമോ ഒരുപക്ഷെ 6 ലക്ഷമോ അതിലധികമോ ആയി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് BJPക്ക് നന്നായി അറിയാം. അപ്പോൾ ഇടതുപക്ഷം മത്സരിക്കാൻ തയ്യാറായില്ല എങ്കിൽ, അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പിണറായി വിജയൻ BJPക്കാരുമായി ഡീൽ നടത്തിയിരിക്കുന്നു എന്ന ഒരു രീതിയിലേക്കാണ് CPIയുടെ വയനാട്ടിൽ തന്നെയുള്ള പ്രാദേശിക കമ്മിറ്റികളെല്ലാം തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതായത് CPM ആ സീറ്റ് ഏറ്റെടുത്ത് അവിടെ കോൺഗ്രസിനെതിരെ മത്സരിക്കാനുള്ള പ്ലാനുമായി രംഗത്ത് വരികയാണ്. അത് മുന്നണി മര്യാദയുടെ ഭാഗമേ അല്ല. CPIക്ക് കൊടുത്തിരിക്കുന്ന സീറ്റിൽ മത്സരിക്കണമോ വേണ്ടതെന്ന് CPI ആണ് തീരുമാനിക്കേണ്ടത്, അതല്ലാതെ CPM അല്ല തീരുമാനിക്കേണ്ടത്. ഈ ഒരു രീതിയിലേക്ക് പാർട്ടിയിൽ തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു.